Savitri, Sonu, Charanya, Thamara. Special thanks to Rajiv who arranged this party. నేను అడగాక పార్టీ అరేంజ్ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ കഥ നമ്മളിപ്പോൾ 4 പേരും, അതായത് പാത്തുവും പാപ്പും ഞാനും അർജുവേട്ടനും കൂടി പോകുന്നത് ഒരു ഗെറ്റ് ടുഗദറിനാണ് കേട്ടോ. നമ്മുടെ പയ്യന്നൂർ ജുജു ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് ഇത് നടക്കുന്നത്. അതായത് അർജുവേട്ടൻ്റെ അമ്മേൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. അമ്മമാർ രണ്ടാൾ ഇപ്രാവശ്യവും മിസ്സിങ് തന്നെയാണ്. നമ്മൾ പാത്തുക്കുട്ടീനും കൂടി കൂട്ടിയിട്ടുണ്ട്. പാത്തുക്കുട്ടി അങ്ങനെ നമ്മളെ കൂടി ഉണ്ട് കേട്ടോ ഇപ്പം. അങ്ങനെ നമ്മൾ ഇതേ ഹാളിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം, അതായത് ഓഗസ്റ്റിൽ രാജീവൻ്റെ ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഗെറ്റ് ടുഗദർ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്ന് വെച്ചാൽ ചരണ്യേച്ചിയും സോണുവേട്ടനും താമരയും അങ്ങനെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവർ 2 ദിവസമേ ഉള്ളൂ. അതിൻ്റെ പരിമിതി കാരണം പെട്ടെന്ന് തീരുമാനിച്ചൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു ഇത്. അതുകൊണ്ട് ഞാനും പാപ്പും ഒക്കെ പൂച്ചക്കാടായിരുന്നു, അവിടുന്ന് വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെല്ലച്ചൻ്റെയും പ്രതിയാമ്മൻ്റെയും പ്രമിളാൻ്റെയും ഒക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നേ. നാട്ടിലെല്ലാവരും താമരേനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചരണ്യേച്ചിനും സോണുവേട്ടനെയും കൂടിയിട്ട് ഞാനും സൂചി ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. താമര എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ഒക്കെ തന്നെ ആയിരുന്നു. നല്ലപോലെ കളിച്ചിട്ടും നല്ലപോലെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ താമര കുട്ടിയുടെ ഡ്രസ്സ് ഞാനും അർജുവേട്ടനും കഴിഞ്ഞ വിഷുവിന് ഗിഫ്റ്റ് ചെയ്തൊരു ഡ്രസ്സായിരുന്നേ. അതിട്ട് കണ്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ആ കളറും ആ ഡ്രസ്സും മോക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു. വിചാരിച്ചതിനേക്കാളും ഫ്രണ്ട്ലി ആയിരുന്നു സോണുവേട്ടനും ചരണ്യേച്ചിയൊക്കെ. ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ അവരും. അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്, കുറേ സമയം സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വൈകിട്ട് വന്നുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടർ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ സങ്കടം എനിക്ക് നല്ലപോലെ ഉണ്ട്. അന്ന് രാജീവൻ്റെ ബർത്ത്ഡേ രാത്രിയായിരുന്നു കേട്ടോ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഉച്ചക്കായിരുന്നേ. താമരേനെ കണ്ടതോടെ നെയ്ഹ കുറച്ച് വികൃതിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. രണ്ടുപേരും ഇടയ്ക്കൊക്കെ ഒന്ന് വഴക്ക് കൂടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കളിക്കുന്നുണ്ടേ രണ്ടുപേരും. പ്രതിയാമനൊക്കെ തകൃതിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ പോവാന്ന്. പാപ്പുമോളും ഇതിലൊരു പുതിയ ആൾ തന്നെയാണ്. 2 മാസം പ്രായമായതുകൊണ്ട് ഇതിലെ ഒരു പുതിയ മെമ്പർ തന്നെയാണ് കേട്ടോ. പാപ്പുവിനെയും കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൽ. എല്ലാവരും കണ്ടു, പാപ്പുവിനെ എടുത്തു. പാപ്പു കുറേ സമയം കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് കരഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എല്ലാവരോടും അവളും നല്ലപോലെ കമ്പനിയായി തന്നെ പറയാം. ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പാത്തുക്കുട്ടി ഞാനും അർജുവേട്ടനും ഒരുമിച്ചിരുന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പാത്തുവിന് ഒന്നും വേണ്ട. പക്ഷേ ഫ്രൂട്ട്സ് സലാഡ് മുന്നിൽ വന്നതിലൂടെ പാത്തു ആൾ മാറി കേട്ടോ. കുറച്ചൊക്കെ കഴിച്ചു. എന്നാലും എല്ലാവരും ഉള്ളപ്പോൾ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തേ. പിന്നെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇതിന് പുറകെയുണ്ട്. അങ്ങനെ നല്ല പോലെ തന്നെ എല്ലാവരും തമ്മിൽ സംസാരിച്ചു, കളി പറഞ്ഞും ചിരിച്ചും പിന്നെ പാട്ടൊക്കെ പാടിയിട്ടും അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇനി എപ്പോൾ വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി പാപ്പും നയ്യൊക്കെ കുറച്ചും കൂടി വലുതായിട്ടുണ്ടാവും. താമരക്കുട്ടിയും കുറച്ച് വലുതായിട്ടായിരിക്കുമല്ലോ നമ്മൾ കാണാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും പോവാം. അങ്ങനെ ഇനിയുള്ള ഗെറ്റ് ടുഗദർ എപ്പോഴായിരിക്കും എന്ന് അറിയില്ലെങ്കിലും ഇതിലെല്ലാവരും നല്ലപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ, സന്തോഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3:30 ആകുമ്പോൾ തന്നെ നമ്മളെല്ലാവരും അവിടുന്ന് പിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ നമ്മളെ മോൾ എല്ലാവരുടെ കയ്യിലും തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരുടെ അടുത്തും അവളും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചരണ്യേച്ചിയും ഞാനും കുറേ സമയം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു, ബേബീനെ നോക്കുന്നതിനെ പറ്റിയിട്ടും ഫീഡ് ചെയ്തിട്ട് ചെയ്യേണ്ട പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പാത്തു നഹിയോടൊക്കെ കമ്പനിയായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ താമരക്കുട്ടി അവിടെയൊക്കെ നടന്ന് അങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും ചിലപ്പോൾ അവൾ. ഇതാണ് കേട്ടോ സോണുവേട്ടനും താമരയും. ഇനി അടുത്ത വെക്കേഷനിൽ താമരക്കുട്ടിയും സോണുവേട്ടനൊക്കെ കാണാം. അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ അവിടുന്ന് പിരിയലായിട്ടോ. ജുജുന്ന് അങ്ങനെ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ജലജാൻ്റെ മോളെടുത്തപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാത്തുവിനെയും പാപ്പുവിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ പാത്തു പിന്നെ അന്നൂർ വീട്ടിലേക്കായിരുന്നു കേട്ടോ പോകാൻ തീരുമാനിച്ചത്. ആ സമയത്ത് പാത്തു അമ്മ എന്ന് പറഞ്ഞിട്ട് പാത്തുവിനെ നമ്മൾ നിഷേൻ്റെ അടുത്ത് കൊണ്ടുവിട്ടെ. എന്നിട്ട് നമ്മൾ അന്നൂർ വീട്ടിലേക്ക് പോയി കേട്ടോ. അന്നൂർ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ചരണ്യേച്ചി ബേബിക്ക് കുറേ ഗിഫ്റ്റും കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ജുജുന്ന് ഇറങ്ങാൻ നേരത്ത് പാത്തുവിന് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു, ഊഞ്ഞാലാടാനും സ്ലൈഡിലൊക്കെ കളിക്കാനൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അന്നൂർ വീട്ടിലേക്ക് എത്തി. ചരണ്യേച്ചിയും എല്ലാവരും അവിടെ നിന്ന് മോളെ മാറി മാറി എടുത്തു, കളിപ്പിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പേരലത്തെ വീട്ടിലെത്തി.